എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ലക്ഷ്മി ജുവലറി ശ്രീകണ്ഠൻ നായർ ഷോ, കോപ്പവേർഡ് ബൈ കൈരളി TMD, lellavi.com ആൻഡ് MJ ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾ ജനാധിപത്യ വിശ്വാസികളാണ്. ജനാധിപത്യത്തിൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. അതിൻ്റെ നേതാക്കന്മാരാണ് ഇതൊരു ചാലക ശക്തിയായി കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു പ്രശ്നം ഉയർന്നു വന്നിരിക്കുന്നു. മന്ത്രി MM മണി നടത്തിയ പ്രസ്താവന ഇതിനകം വിവാദമായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ വിവാദങ്ങൾ കൂടുപൊട്ടുന്ന കാലമാണിത്. എന്നാൽ സ്ത്രീകൾക്കെതിരെ ഉപയോഗിച്ചു എന്ന് പറയുന്ന പദങ്ങൾ മാധ്യമത്തിൽ പ്രചരിച്ചു കഴിയുമ്പോൾ മന്ത്രി മണി രാജിവെക്കണം എന്നുവരെ ആളുകൾ ആവശ്യപ്പെടുന്നു. എന്നാൽ സ്ത്രീപക്ഷത്തു നിന്ന് നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തുകയാണ്. മന്ത്രി മണിയുടെ പ്രസംഗത്തിൽ എന്ത് അപരാധമാണുള്ളത്? ഇവർക്ക് ഒരു പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തേണ്ടതുണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവി ജെ, തലയോലപ്പറമ്പ് DB കോളേജ് ഇംഗ്ലീഷ് വകുപ്പ് മേധാവി ഇന്ദു KS, CPI ദേശീയ കൗൺസിൽ അംഗം കമല സദാനന്ദൻ, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OM ശാലിന, പിറവ് മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഐഷ മാധവൻ, എറണാകുളം DCC സെക്രട്ടറി കൊച്ചു ത്രേസ്യ ജോയ്, മുളന്തുരുത്തി വെൽകെയർ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ഫിലോമിന ജേക്കബ്, SFI സംസ്ഥാന കമ്മിറ്റി അംഗം ശ്യാമിലി ശശികുമാർ, KSU സംസ്ഥാന സെക്രട്ടറി അനു അന്ന ജേക്കബ്, ഡോക്യുമെന്ററി സംവിധായിക ശോഭ KK, അഡ്വക്കേറ്റ് ലക്ഷ്മി അനിൽ, ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം സുനിത രാജേഷ്, സ്ത്രീ സുരക്ഷാ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശാന്തകുമാരി KP, പിറവ് മുനിസിപ്പാലിറ്റിയിലെ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അന്നമ്മ ഡോമി, വീട്ടമ്മമാരായ VP ഗിരിജലക്ഷ്മി, റാണി അഗസ്റ്റിൻ. മാം, നമ്മുടെ സംസ്ഥാനത്ത് ഈ ടെലിവിഷനൊക്കെ പ്രചരിച്ചതിന് ശേഷം ന്യൂസ് അവർ പോലെയുള്ള വാർത്താ സംരംഭങ്ങളുണ്ടല്ലോ, ഇതിനൊരുപാട് പ്രേക്ഷകർ കൂടിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഇത് കൂടി വരുന്നുണ്ട്. എന്നാൽ ആന്ധ്രയിലും കേരളത്തിലും അത് വളരെ കൂടിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപാട് നാടകങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ ന്യൂസ് അവറിൽ കയറിയിരുന്ന് പറയുന്ന സ്പെഷ്യലിസ്റ്റുകൾ രാഷ്ട്രീയ രംഗത്തുള്ളവരാണ് കൂടുതലും, സാമൂഹ്യ പ്രവർത്തകർ കുറവാണ്. അപ്പോൾ പലപ്പോഴും ഇവരൊരു നിയന്ത്രണത്തിൻ്റെ ചുറ്റളവിൽ നിൽക്കുന്നവരല്ല. അവരെന്തും പറയും, എഴുന്നേറ്റ് പൊക്കോടു എന്നൊക്കെ പറയും. അപ്പോൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് പരിചയമല്ലാത്തൊരു ലെവലിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. അപ്പോൾ വായിൽ വരുന്ന എന്തും വിളിച്ചു പറയും എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് രാഷ്ട്രീയ പ്രതിരൂപങ്ങൾ മാറുന്നു. വനിതാ കമ്മീഷന് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല അതെങ്കിൽ പോലും ഈ സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു മലയാളി എന്ന നിലയിൽ താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായും എല്ലാ വ്യക്തികൾക്കും ഒരു പെരുമാറ്റച്ചട്ടമുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിച്ചു തരുന്നതോ ഒരു പരിശീലനത്തോടെ കിട്ടുന്നതോ ഒന്നുമല്ല. സ്വാഭാവികമായി വളർച്ചയിൽ തന്നെ നമ്മൾ സ്വാംശീകരിക്കേണ്ടുന്ന ഒരു പെരുമാറ്റ രീതിയുണ്ട്, നല്ലത് എന്ന് നമ്മൾ അംഗീകരിക്കുന്നത്. സാംസ്കാരികമായ മെച്ചമുള്ളത് എന്നൊക്കെ പോകട്ടെ, നല്ല പെരുമാറ്റം എന്നൊന്നുണ്ട്. അത് രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും അത് കൂടുതൽ ബാധകമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ വളരെ ശ്രദ്ധയോടെ തന്നെ പെരുമാറേണ്ടതുണ്ട്. ഇത്തരം രീതികളിലൊക്കെ ഒരു ആത്മനിയന്ത്രണം കൊണ്ടുവരാൻ ഓരോ വ്യക്തിയും ശ്രമിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. എന്താ തോന്നുന്നു ഇതിനെക്കുറിച്ച്? ഇതൊരു അത്യാവശ്യമാണെന്ന് തോന്നിക്കുന്ന ചില പരാമർശങ്ങൾ വളരെ ഞെട്ടലോടെ നമ്മൾ ഈ അടുത്ത ഇടയ്ക്ക് കണ്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ MM മണിയുടെ വിഷയം തന്നെ. പക്ഷേ ഒരു പെരുമാറ്റച്ചട്ടം അല്ലെങ്കിൽ ഒരു സംഘടനയോട് ചേർന്ന് നിന്ന ഒരു പെരുമാറ്റം, അതിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സംഘടന ഒരു വെള്ള പേപ്പറിൽ എഴുതി അക്കമിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ഇത് പാലിക്കൂ നാളെ മുതൽ, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഇത് പാലിക്കൂ എന്ന് പറയുന്നതല്ല അതിന്റെ ഒരു സൗന്ദര്യം. തീർച്ചയായിട്ടും സ്വന്തമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഘടന, അതിൽ നമ്മൾ വഹിക്കുന്ന ഒരു പദവിയുടെ മഹത്വം, ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ തന്നെ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സ്പേസും കൂടെ അതിലിട്ടുകൊണ്ട് നമ്മൾ അതിനോട് അനുകൂലിച്ച് സ്വയം തോന്നി പെരുമാറുക എന്നുള്ളതാണ് അതിന്റെ ഒരു സൗന്ദര്യം. പക്ഷെ നമ്മൾ ആ കൊടുക്കുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സംഘടന പ്രവർത്തകർക്ക് കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യം ആരെയും എന്തും പറയാവുന്ന ഒരു നിലയിലേക്ക്, അസഭ്യം പോലും 4 ചാനൽ ക്യാമറകൾ ഉണ്ടെങ്കിൽ വിളിച്ചു പറയാവുന്ന നിലയിലേക്ക് എത്തുമ്പോൾ അതിൽ ഇടപെടേണ്ടത് അത്യാവശ്യമാണ്. ഒരു സംഘടന ഇടപെടണം. അതിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സ്പേസ് കഴിയുമ്പോൾ നമ്മൾ ഒരു പാർട്ടി അച്ചടക്കത്തിന്റെയോ അല്ലെങ്കിൽ സംഘടനാ പെരുമാറ്റച്ചട്ടത്തിന്റെയോ ഒക്കെ ഒരു വാളോങ്ങേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ വാളോങ്ങാതെ ആ സംഘടന ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പരാമർശം നടത്തിയ ആളേക്കാൾ കൂടുതൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ആ സംഘടന തന്നെയാണ്. ഞാൻ ആദ്യം ശരിക്കും ആലോചിച്ചത് ഇവരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ ടെലിവിഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ട്രെയിനിങ് പാർട്ടി ഭേദമന്യേ കൊടുത്തു കളയാം. കാരണം അവരറിയാത്തൊരു അപകടമുണ്ട് ഇതിനകത്ത്. അതായത് ഇപ്പോൾ കുട്ടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു, സംസ്ഥാന സെക്രട്ടറിയായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ കൊണ്ട് മാനേജരുടെ യുക്തം പോലെ ഇത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മുടെ വനിതാ കമ്മീഷനിലെ മാം പറഞ്ഞ് ഇതും കൂടെ മിക്സ് ചെയ്ത് വേറൊരു പരുവത്തിലാക്കി ഞാൻ പുറത്തിറക്കി വിടും. എൻ്റെ ഒരു വാല്യൂ സിസ്റ്റം നേരെ അല്ലെങ്കിൽ എൻ്റെ ഒരു മൂല്യബോധം അതിന് പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ MM മണിയുടെ തന്നെ 24 ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈനിൽ ഇത് മുഴുവൻ ഇത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ രാജ്യത്തെ TV ചാനലിലാണ് ചീത്ത വിളിച്ചിരുന്നത്.
എന്നാൽ ടി വി ചാനലിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ ആ സാധനം ഇല്ല. അല്ല സാർ, എം എം മണിയുടെ ഒരു വിഷയമായിട്ട് അല്ല, ഞാൻ പറയാം, അദ്ദേഹം ഒരു സംസ്ഥാനത്തെ മന്ത്രി എന്ന ഒരു ഭരണഘടനാ പൊസിഷനിലാണ് പുള്ളി ഇരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രതിരൂപമാണ്, ഒരു പ്രതീകമാണ്. നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾ വളരെ വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു വൈദ്യുത വകുപ്പിൻ്റെ അമരത്താണ് അത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് നിയന്ത്രണം പാലിക്കണം. ഒരാൾ മന്ത്രിയാവുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തോടും കോൺസ്റ്റിറ്റ്യൂഷനോടും നീതി പുലർത്താവുന്ന സത്യപ്രതിജ്ഞയിട്ട് വരുന്നതാണല്ലോ. അപകടം പിടിച്ച പോസ്റ്റല്ലേ ഇത്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് സുഖകരമാണെങ്കിലും നാട്ടുകാർക്ക് അത് സുഖകരമല്ല. താങ്കൾ പറയും. പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്ന ഒരു ചിന്ത മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, അത് ഒരു അരാഷ്ട്രീയവാദം നമ്മുടെ പുതിയ തലമുറയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന് ഏറ്റവും വലിയ സിഗ്നലായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. ഈ പെരുമാറ്റച്ചട്ടം അരാഷ്ട്രീയം തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അതായത് പുതിയ തലമുറയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം രാഷ്ട്രീയ മേഖലയിൽ വേണമെന്ന് നമ്മൾ ഒരു സമൂഹത്തോട് പറയുമ്പോൾ അവരൊക്കെ വിചാരിക്കുകയാണ് രാഷ്ട്രീയ മേഖല എന്ന് പറയുന്നത് ആകെ കുഴപ്പം പിടിച്ച ഒരു മേഖലയാണ്, രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചട്ടക്കൂട്ടിൽ നിർത്തേണ്ടവരാണ് എന്നൊരു ചിന്ത ഇത് കേൾക്കുന്ന സാധാരണക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുന്നത് രാവിലെ കതറുമുടുത്ത് മുണ്ടും തേച്ച് മുടുക്കി മറ്റേ പറക്കും തളികയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന എന്തോ അന്യഗ്രഹ ജീവികളായിട്ടാണ് നമ്മൾ രാഷ്ട്രീയക്കാരെ കാണുന്നത്. അങ്ങനെയല്ല, അവർ സാധാരണ മനുഷ്യരാണ്. അവരെന്തും ആയിക്കൊള്ളട്ടെ, സാമാജികനായിക്കൊള്ളട്ടെ, പാർലമെന്ററിയൻ ആയിക്കൊള്ളട്ടെ, മന്ത്രി ആയിക്കൊള്ളട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, ആത്യന്തികമായി അവർ മനുഷ്യരാണ്. അവർ എല്ലാ തരത്തിലുള്ള സാമൂഹ്യ വിഭാഗങ്ങളോടും ഒരു ദിവസം ഇടപെടാൻ കഴിയുന്നവരാണ്. വേറൊരു വിഭാഗത്തിനും ഇടപെടാൻ കഴിയുന്നതിനപ്പുറമായി സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾ മുതൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് സാമൂഹ്യമായിക്കൊള്ളട്ടെ, സാമ്പത്തിക ഘടകങ്ങൾ എടുത്തു നോക്കിക്കോട്ടെ, എല്ലാം എടുത്തു പരിശോധിക്കുമ്പോൾ ഏറ്റവും ശ്രേണീകരിക്കപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലൂടെയും കടന്നു പോകുന്നവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ. അവരെ ഇന്ന രീതിയിൽ മാത്രമേ പെരുമാറാവൂ എന്ന ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് അവരെ വിലക്കുക എന്നുള്ളത് സുതാര്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചങ്ങലയിടുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്നുകിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ആശാൻ ഇവിടെ പ്രസക്തമല്ല. ഈ ചൊല്ലിന്റെ ഒരു താല്പര്യം ഇന്നത്തെ നാടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒന്നുകിൽ അങ്ങറ്റം അല്ലെങ്കിൽ ഇങ്ങറ്റം. മെജോറിറ്റി ഭൂരിപക്ഷം നമ്മുടെ സമൂഹത്തിൽ താമസിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അടുത്ത ഒരു മിഡിൽ വേയിലാണ്. ഈ മിഡിൽ വേ എന്ന് പറയുന്നതാണ് പെരുമാറ്റച്ചട്ടം. അതിന് രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന് ലീഗലി, നിയമം, കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് തരുന്ന പരിരക്ഷ, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ ഉള്ളത്. രണ്ട്, മൊറാലിറ്റി എന്ന് പറയുന്നത് കുറേ നാളത്തെ നമ്മുടെ സംസ്കൃതി കൊണ്ട് ആർജിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ശരി തെറ്റുകൾക്ക് വ്യത്യാസം ഉണ്ടാവാം, റിലേറ്റീവ് ആകാം. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞ് എല്ലാം നിഷേധിക്കുന്നത്, എല്ലാത്തിന്റെ അങ്ങേത്തലയ്ക്കൽ ചാടിക്കടക്കുന്നത്, അതാണ് കേമം എന്ന് വിശ്വസിക്കുന്നത്. അതാണ് അരാജകവാദം എന്നാണ് എൻ്റെ പക്ഷം. അല്ല, അതായത് ഒരു അരാഷ്ട്രീയ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് പെരുമാറ്റച്ചട്ടത്തെ കാണാൻ പറ്റും. ഇല്ല, അരാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വാക്കാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് കേമമായിട്ടുള്ള പദമാണ്. ഈ നമുക്ക് അഹിതമായിട്ടുള്ള എന്തും പറയുന്നവനെ മറ്റു ചില വാക്കുകൾ കൊണ്ട് നെഗറ്റീവ് ടെർമിനോളജി ഉപയോഗിച്ച് ഹനിക്കുക എന്നതിന് മാത്രമേ ഇത് ഉപയോഗിക്കുള്ളൂ. ഇത് സമൂഹത്തിനൊരു നേട്ടം ഉണ്ടാവുന്നില്ല. ഇതുകൊണ്ട് കൃത്യമായി ഇതിന്റെ ഇടപെടലുകൾ നടത്തുന്നതാണ് രാഷ്ട്രീയം. പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നതാണ് രാഷ്ട്രീയം. അല്ല എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കുന്നതാണ് ഈ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന ചലനങ്ങളൊക്കെ ടീച്ചർ ഫോളോ ചെയ്യാറുണ്ടോ? തീർച്ചയായും. അന്തിച്ചർച്ചകളൊക്കെ കാണാറുണ്ടോ? ചിലപ്പോൾ എനിക്ക് അസൗകര്യം ഉണ്ടാകാറുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുന്നില്ല ഇത്രയും കണ്ടുപോകാൻ. അതുകൊണ്ട് ക്ഷമ എന്നല്ല, നമുക്ക് പ്രതികരിക്കാൻ അതൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ വിളമ്പി തരേണ്ട കാര്യമില്ല. പത്രം വരെ എന്റെ കുട്ടികളോട് ചില നേരങ്ങളിൽ വായിക്കരുത് എന്ന് ചിലപ്പോൾ ഞാൻ പറയേണ്ടി വരുന്നുണ്ട്. കാരണം അതുപോലെ ഭയപ്പെടുത്തുന്ന വാർത്തകളും ഭയപ്പെടുത്തുന്ന രീതിയിലുമാണ് അത് അവതരിപ്പിക്കുന്നത്. മന്ത്രി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം സമൂഹത്തിന് മാതൃകയായിരിക്കേണ്ട ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം സാധാരണ ജനങ്ങള് ഉറ്റുനോക്കുന്ന ഒരു പ്രതിപുരുഷനാണ്. ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ പ്രതിപുരുഷനാണ് അദ്ദേഹം. അപ്പോൾ ഉറ്റുനോക്കുന്ന ആ വ്യക്തിയിൽ നിന്നും പൊതുജനം പ്രതീക്ഷിക്കുന്നത് നല്ല കാര്യങ്ങളും നല്ല വാക്കുകളുമാണ്. അല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോൾ അദ്ദേഹത്തിന് പ്രക്ഷുബ്ധനായി നിൽക്കാനല്ലേ പറ്റൂ. എത്ര പ്രഷർ ഉണ്ടെങ്കിലും ആ പ്രഷറിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഹിതമായ രീതിയിലും പൊതുജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും സംസാരിക്കേണ്ട വ്യക്തികളാണ് അവര്. തോന്നുന്നു അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഒരു മാതൃകാ പുരുഷനാണ് രാഷ്ട്രീയ പ്രവർത്തകൻ. അതായത് മറ്റുള്ള സമൂഹത്തിലെ പല ഉദാഹരണത്തിന് ഇപ്പം ദേവികുളത്തെ ഡെപ്യൂട്ടി സബ് കളക്ടർ, അദ്ദേഹത്തിനെ കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അദ്ദേഹം റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. അദ്ദേഹത്തിന് സിവിൽ സർവീസ് കോഡ് ഓഫ് കോണ്ടക്ട് അകത്ത് നിന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അതിനപ്പുറം പറഞ്ഞാൽ അദ്ദേഹത്തിന് ബിൽ ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം പറയുന്നതനുസരിച്ചൊരു മാതൃകാ പുരുഷൻ്റെ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ
ഒരു പ്രതീകാത്മകമായിട്ടൊരു സൈലൻസ് പാലിക്കണം. ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി എന്നുള്ളത് കൊണ്ട് അഭിനയിക്കണമെന്നാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അഭിനയിക്കണം, ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ മര്യാദാരാമനാകണം, അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായത്തിനകത്ത് നിൽക്കുമ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും അതൊക്കെ വായടച്ചു നിന്ന് കേൾക്കണം എന്നുള്ള തരത്തിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ഈ ചർച്ച തന്നെ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള മണിയാശാന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു വിഷയം എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയാമോ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മണിയാശാന്റെ പ്രസംഗത്തിന്റെ മുഴുവൻ രൂപം പുറത്തുവിട്ടത് ഞങ്ങളുടെ ഒരു ഓൺലൈനാണ്. ആ ഓൺലൈനിൽ പ്രചരിപ്പിച്ചതുപോലെയൊന്നുമല്ല മണിയാശാന്റെ പ്രസംഗം. പക്ഷേ മണിയാശാൻ പ്രസംഗിക്കേണ്ടത് മന്ത്രിയായിരിക്കുമ്പോഴിങ്ങനല്ല എന്ന അഭിപ്രായക്കാരൻ എനിക്കുണ്ട്. എനിക്ക് എന്നെ പോലെ പല ആളുകൾക്കുണ്ട്. അതുകൊണ്ടല്ല ഈ ചർച്ചയുടെ അടിസ്ഥാനം. ഈ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് ഉള്ള കേരളത്തിലൊരു നേട്ടം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പത്രങ്ങൾ മാത്രമേ ഉള്ള ഒരു കാലത്ത് ടെലിവിഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സ്പോക്സ് പേഴ്സൺ ഉണ്ടാവും. ഇപ്പോൾ പാർലമെന്റിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളായിരിക്കും ഒരു പാർട്ടിയിൽ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ സ്പോക്സ് പേഴ്സൺസ് എന്നുള്ള കോൺസെപ്റ്റ് വിട്ടിട്ട് ആരും കയറി സംസാരിക്കും, എന്തും കയറി പറയും എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോൾ സി പി എം തമ്മിൽ സംസാരിക്കുന്ന ഭാഷകൾ തന്നെ ടെലിവിഷനിൽ കണ്ടാൽ രണ്ട് മുന്നണിയുടെ ലീഡേഴ്സ്, രണ്ട് പാർട്ടിക്കാർ, LDF UDF സംസാരിക്കുന്ന അതില്ല, ഇവരൊക്കെ സംസാരിക്കുന്നില്ല, നിങ്ങളുടെ ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് അത് കുഴപ്പമുണ്ടെന്നുള്ളതല്ല, ജനാധിപത്യത്തിൽ ഇങ്ങനെ വിയോജിക്കാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും വേണം. പക്ഷേ അതൊരു പരിധി വിടുന്നു എന്നതുകൊണ്ട്, കാരണം ഇതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഉള്ളത് കൊണ്ട് ഈ നാട്ടിലെ ഒരു പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പൊ മണിയാശാന്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ശൈലിയുണ്ട്, സ്വയസിദ്ധമായ ശൈലിയുണ്ട്. അത് ഒരു മന്ത്രിയുടെ ചട്ടക്കൂട് അല്ലെങ്കിൽ ഒരു MLA യുടെ ചട്ടക്കൂട് എന്നതിന് ഉപരിയായിട്ട് ഒരു സാധാരണ ഇടുക്കി പോലെയുള്ള ഒരു ഭൂപ്രദേശത്ത് നിന്ന് വളർന്നു വന്ന് അവിടുത്തെ തോട്ടം തൊഴിലാളികളോടൊപ്പം പ്രവർത്തിച്ച് കേരളത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ മേഖലയിലേക്ക് വളർന്നു വന്ന ഒരു പച്ചയായ നിഷ്കളങ്കനായ മനുഷ്യനാണ് മണിയാശാൻ. സ്വാഭാവികമായും കേരളീയ സമൂഹം അദ്ദേഹത്തെ വീക്ഷിക്കുന്നത് തന്നെയാണ്. ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ അദ്ദേഹത്തെ സ്ത്രീവിരുദ്ധനാക്കി ചമച്ചെന്ന് വെച്ച് അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ പോരാട്ടങ്ങളെ അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടുകളെ ഒന്നും ആരും മറക്കില്ല. ഏറ്റവും ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്തിൽ ഇടുക്കിയിലെ തോട്ടം മേഖല നേരിട്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടുത്തെ സ്ത്രീകളെ ചൂഷണം ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം മുതലാളിമാരുണ്ടായിരുന്നു, സ്ത്രീകളെ ശാരീരികമായും മാനസികമായും. അക്കാലഘട്ടത്തിൽ മണിയാശാൻ അടക്കമുള്ള നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ സ്വീകരിച്ച നിലപാടെന്ന് പറയുന്നത് തോട്ടം തൊഴിലാളികളായ സ്ത്രീകളുടെ മാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മാനമെന്നാണ് അവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്ത്രീകൾക്ക് ഉറക്കമുളച്ചുകൊണ്ട് സംരക്ഷണം നൽകി സകല ചൂഷകരിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ചരിത്രം കൂടി, ഒരു പാരമ്പര്യം കൂടി ഈ പറയുന്ന നിങ്ങളൊക്കെ സ്ത്രീവിരുദ്ധരായി താങ്കൾ പറയുന്ന ഈ പാരമ്പര്യം എല്ലാം മണിയാശാൻ ഉണ്ടെന്ന് ഞാൻ അംഗീകരിച്ചു തരുമ്പോൾ തന്നെ ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ ഒരു ഉദ്യോഗസ്ഥൻ ദേവികുളത്ത് സബ് കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഊളമ്പാറൊക്കെ അയക്കണമെന്ന് പ്രസംഗിക്കുന്ന ഒരു മന്ത്രിയെക്കുറിച്ച്, അതായത് ഒരാൾക്ക് മനോരോഗം ഉണ്ടെന്ന് കോടതി തെളിയിച്ചില്ലെങ്കിൽ ഈ മണിയാശാന്റെ മന്ത്രിസ്ഥാനം തന്നെ തെറിച്ചു പോകും. അതിനെക്കുറിച്ച് SFIക്കാരിക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് ഒരാൾക്ക് മനോരോഗം ഉണ്ടെന്ന് സൈക്കാട്രിസ്റ്റാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. ഒരു കോടതിയിൽ ഇതൊരു ഡിഫമേഷനായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മണിയാശാൻ ഈസ് ആൻസറബിൾ. അപ്പോൾ മണിയാശാന്റെ എല്ലാ പാരമ്പര്യങ്ങളും കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്ത ബോധവും എല്ലാം പരിഗണിച്ചാലും ശരി, അതായത് ഒരു ഡിസിപ്ലിനറി ഫോഴ്സായി നിൽക്കുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ ഇങ്ങനെ പറയാൻ അദ്ദേഹത്തിന് ആരും അധികാരം കൊടുത്തിട്ടില്ല. അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്, ഇടുക്കി ജില്ലയുടെ ആത്മാവാണോ ഒക്കെ ശരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ മാത്രം അദ്ദേഹത്തിന് ഒരു IAS ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ പറയാൻ പറ്റും, അല്ലെ അദ്ദേഹത്തിന് അങ്ങനെ പൊതുജനത്തിലിറങ്ങി പറയാൻ പറ്റില്ലല്ലോ. ഈ ശൈലി സഭ്യതയും സത്യത്തിൽ രണ്ടാണ്. ഇപ്പൊ നമുക്ക് മണിയാശാന്റെ ഒരു സംസാര പേഴ്സണലി ആ ശൈലി എനിക്ക് ഇഷ്ടമാണ്, കണ്ടന്റ് ആണ് എന്റെ മനസ്സിൽ. നമുക്ക് ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ന്യായീകരിക്കണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ അക്കാഡമിക് രംഗത്ത് വിദ്യാഭ്യാസ കുറവുള്ള വൃദ്ധനായ ഒരാൾ അദ്ദേഹത്തിന്റെ നാടൻ ശൈലിയിൽ പറഞ്ഞു എന്നറിയാം. പക്ഷെ അതൊരു സഭ്യതയുടെ അതിര് കടക്കുമ്പോഴാണ്. ഇതിപ്പോ ആദ്യത്തെ വിഷയമല്ല, പെമ്പിളയൊരുമയെ അതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല, ജിഷ്ണുവിന്റെ അമ്മ മഹിജയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ, പെമ്പിളെ ഒരുമയെ കുറിച്ചല്ല അദ്ദേഹം കൂടുതലും പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഡയറക്റ്റായിട്ട് അവർ കളിയാക്കിയൊന്നും തന്നെ പ്രസംഗവും മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ അത് അദ്ദേഹം ട്രാപ്പ് ചെയ്യപ്പെടുകയായിരുന്നു. ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് നമുക്ക് മുന്നിലുണ്ട്. അപ്പം ഈ ഒരു ശൈലി, അല്ലെങ്കിൽ നമ്മളിപ്പം റോബോട്ടുകളല്ല, നേരത്തെ പ്രോഗ്രാം ചെയ്തു വെച്ച റോബോട്ടുകളല്ല. ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവർക്ക് പല ശൈലികൾ ഉണ്ടാവും. ഇപ്പം എല്ലാവരും VT ബൽറാമിനെ പോലെ മനോഹരമായ ഭാഷയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് സാധിക്കത്തില്ല. പക്ഷെ ആ ഒരു ശൈലി ഒരു സഭ്യതയുടെ അതിര് കടക്കരുതെന്നേ നമ്മൾ പറയുന്നുള്ളൂ. അത്യാവശ്യം പ്രായമുള്ള ഒരു മനുഷ്യൻ, നമ്മുടെ അക്കാഡമിക് രംഗത്ത് ഒരു വിദ്യാഭ്യാസ ക്വാളിഫിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അത് കുറവുള്ള മനുഷ്യൻ, പക്ഷെ അങ്ങനെയുള്ള എത്രയോ രാഷ്ട്രീയക്കാർ വളരെ
വളരെ മാന്യമായി സംസാരിക്കുന്നു. ഇടുക്കിയിൽ തന്നെയുള്ള എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ എത്രയോ മാന്യമായി സംസാരിക്കുന്നു. അപ്പൊ ഈ ഒരു ശൈലിയുടെ ചട്ടക്കൂടി വെച്ചുകൊണ്ട് ഒരു പരിരക്ഷ കൊടുക്കാൻ പറ്റുന്നതല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം. അദ്ദേഹം തൊഴിലാളി നേതാവായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി സ്ത്രീ തൊഴിലാളികളെ ഇത്രയേറെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ച നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗം കേൾക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തൊഴിലാളികളെ കേട്ടല്ലോ, അത് ടെലിവിഷനിൽ കേട്ടല്ല. അതായത് ഒരു ഞങ്ങളുടെ തന്നെ ഒരു വെബ്സൈറ്റിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗം 24news.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗവും ലഭ്യമാണ്. ആ മുഴുവൻ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം സ്ത്രീ തൊഴിലാളികളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് അടർത്തിയെടുത്ത് ഈ ടെലിവിഷനിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. കാരണം ഒരാൾ അരമണിക്കൂർ പ്രസംഗിച്ചാൽ ആ 30 മിനിറ്റും സംപ്രേഷണം ചെയ്തില്ല. അപ്പൊ അതിന്റെ കേന്ദ്രഭാഗം മാത്രമായിരിക്കും സംപ്രേഷണം ചെയ്ത്. കേന്ദ്രഭാഗം നല്ല യുക്തമായിട്ട് തന്നെ കട്ട് ചെയ്തില്ലെങ്കിൽ അയാളുടെ ആഫീസ് കൂട്ടി പോകും. ഉപയോഗിച്ച ശൈലി കാട്ടിലായിരുന്നു, മറ്റേ പണിയായിരുന്നു. ആ വാക്കാണ്, ആ വാക്ക് ഒരു തൊഴിലാളികൾക്ക് നേരെ അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചതിലാണ്. മാധ്യമങ്ങൾ അദ്ദേഹത്തോടുള്ള ശത്രുത പുലർത്തി പ്രസംഗം എഡിറ്റ് ചെയ്തതാണ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇത് മനഃപൂർവ്വം ചില ആളുകൾ ഉണ്ടാക്കുന്ന ആരോപണങ്ങളാണെന്ന് പറയുന്ന മറ്റൊരു പക്ഷമുണ്ട്. ഈ പക്ഷത്തിൻ്റെയൊക്കെ പരിധികൾ കടന്ന് ഇതിൻ്റെ ഒറിജിനൽ പ്രഭാഷണം നിങ്ങൾക്ക് കേൾക്കണ്ടേ? ഞങ്ങളിത് കാണിച്ചു തരാം. പെമ്പിളയൊരുമയെ എം എം മണി അധിക്ഷേപിച്ചു എന്ന വാർത്ത തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പ്രസംഗത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ. യഥാർത്ഥത്തിൽ എം എം മണിയുടെ അധിക്ഷേപം മാധ്യമങ്ങൾക്കെതിരെയാണ്. അതിങ്ങനെ: ഈ ഗവൺമെന്റ് മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് നിർദ്ദേശിച്ചത്. ഇവിടെ ജില്ലയിലുള്ള മന്ത്രിയാണ്, അങ്ങേരുടെ കൂടെ ചർച്ചയൊക്കെ ചെയ്യണം. അല്ല, ഇതെല്ലാം ഒഴിപ്പിയിലെല്ലാം കൂടെ എന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം കൂടെ ഞാൻ ചെയ്തോളാം എന്നൊന്നും തീരുമാനിച്ചില്ല. മികച്ച മര്യാദയ്ക്കുള്ള തീരുമാനം. അനുസരിച്ചില്ല, ഇനി വല്ലതും നടക്കുമോ? ഇവന്മാർ ഈ ചാനലുകാരല്ലേ ഇതെല്ലാം നടത്താൻ പോകുന്നത്. അവിടെ ഇവന്റെ കൂടെയാ, കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിലായിരുന്നു ബ്രാൻഡി. എവിടെ? പൂച്ച, പഴയ നമ്മുടെ പൂച്ച. ഗവൺമെന്റ് ഓഫീസിൽ, ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ വരുമ്പോൾ നടന്നു. അന്നും കുടിയും സകല വ്യക്തികളും നിർന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ മരത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണിയുണ്ട്. ഒരു DVSP ഉണ്ടായിരുന്നു അന്ന്. എന്നാ സജിയോ? എല്ലാവരും കൂടെ കൂടി. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞോടെ ചാനലുകാരും കൂടെ പൊതുയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. പിന്നെ പുള്ളിക്ക് മോഷിക്കാൻ പറ്റും. പിന്നെ പലരും കേൾക്കുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. എന്നാൽ മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത നൽകിയപ്പോൾ പ്രസംഗത്തിലെ ആദ്യ ഭാഗം ഒഴിവാക്കി. അവിടെ ഇവന്റെ കൂടെയോ, സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ? പൂച്ച, പഴയ നമ്മുടെ പൂച്ച. ഗവൺമെന്റ് ഹൗസിൽ, ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നിർന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. സുരേഷ് കുമാറിന്റെ കാലത്തെയും പെമ്പിളയൊരുമ സമരകാലത്തെയും മാധ്യമങ്ങളുടെ ചെയ്തികളെ വിമർശിക്കുകയായിരുന്നു എം എം മണി ചെയ്തത്. മാധ്യമപ്രവർത്തകർക്കെതിരായ പരാമർശങ്ങൾ ഒഴിവാക്കി പെമ്പിളയൊരുമയെയാണ് അധിക്ഷേപിച്ചത് എന്ന് ബോധപൂർവം വാർത്ത നൽകുകയായിരുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്ത്രീ എന്ന വാക്കോ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേരോ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രസംഗം പൂർണ്ണ രൂപത്തിൽ കേട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ഇപ്പറഞ്ഞത് പൊമ്പിളയൊരുമയെ കുറിച്ചല്ല എന്ന് വേണമെങ്കിൽ കൂടി നമുക്ക് വാദത്തിന് സമ്മതിക്കാമെന്നിരിക്കട്ടെ. അദ്ദേഹം ജിഷ്ണു പ്രണോയിയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞതും അതിനും മുൻപ് ഒരു പ്രിൻസിപ്പലായിരുന്ന വിദ്യാസമ്പന്നയായ അധ്യാപികയെക്കുറിച്ച് പറഞ്ഞതും നമ്മൾ മറന്നിട്ടില്ല. അവിടെ മറ്റാരെയെങ്കിലും കുറിച്ചാണ് പറഞ്ഞത് എന്ന് ന്യായീകരിക്കാനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്നിരിക്കെ നമുക്ക് പറഞ്ഞ വാചകം എന്താണെന്നറിയാം. അത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ അധ്യാപികയെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് ഒരു തരത്തിലും സാധൂകരിക്കത്തക്കതല്ല. ഇത് പലവട്ടം ആവർത്തിക്കപ്പെടുമ്പോൾ സബ് കളക്ടറെ കുറിച്ചാണെങ്കിലും മാധ്യമപ്രവർത്തകരെ കുറിച്ചാണെങ്കിലും അദ്ദേഹത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പാരമ്പര്യത്തിൻ്റെ മേന്മയും കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇടുക്കിയുടെ ഗ്രാമ്യശൈലിയാണിത് എന്ന് പറഞ്ഞ് ന്യായീകരിക്കപ്പെടരുത്. കാരണം വനിതാ കമ്മീഷൻ അംഗം എന്ന നിലയിൽ 5 വർഷക്കാലം നിരന്തരമായി ഇടുക്കി ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും സന്ദർശിക്കുകയും ആളുകളുമായി ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. തൊഴിലാളികളായ സാധാരണ സ്ത്രീകളുമായാണ് എനിക്കും ബന്ധമുള്ളത്. അവരിൽ ആരും തന്നെ അച്ചടി ഭാഷ സംസാരിക്കുന്നവരോ സാഹിത്യ ഭാഷയിൽ വിനിമയം നടത്തുന്നവരോ അല്ല. വളരെ ഗ്രാമ്യമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ സഭ്യേതരതയുടെ യാതൊരു ലാഞ്ചനയും അവരുടെ സംഭാഷണത്തിൽ സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. നമ്മൾ അതേ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഏതൊരു വ്യക്തിയായിരുന്നാലും കഴിയുന്നിടത്തോളം സഭ്യമായ ഭാഷയിൽ സംസാരിക്കുന്നതാവും ഉചിതം. പൊതുപ്രവർത്തകൻ എന്ന് പറയുന്ന ആള് മറ്റുള്ളവരാൾ എപ്പോഴും നിരീക്ഷിക്കപ്പെടുന്ന ഒരാളാണ്.
അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹം ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയ്ക്ക് കൂടി, ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില മാന്യതകളുണ്ട്. ആ മാന്യത മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. കോഡ് ഓഫ് കണ്ടക്ട് ഉള്ള ഒരു കലക്ടറെ കുറിച്ച് കോഡ് ഓഫ് കണ്ടക്ട് തനിക്കില്ല എന്നൊരു മിനിസ്റ്റർക്ക് പറയാൻ പറ്റില്ല. കോഡ് ഓഫ് കണ്ടക്ട് മിനിസ്റ്റേഴ്സിനുമുണ്ട്. ആ മിനിസ്റ്റർ ആയിരിക്കുന്ന അദ്ദേഹം ഒരു ഭാഷ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ശൈലി മോശമാണെന്നുണ്ടെങ്കിൽ ആ ശൈലി മാറ്റിയേ പറ്റൂ. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി മീറ്റിങ്ങുകളിലോ പാർട്ടി കമ്മിറ്റികളിലോ ആ ഭാഷ കേട്ട് സന്തോഷിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ അതിനെതിരെ അഭിപ്രായം പറയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. അവർക്കത് ഒരു പുതുമയായിട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ടോ തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ആസ്വദിക്കാൻ സാധിക്കുമായിരിക്കാം. പക്ഷെ അത് സാധിക്കാത്ത ഒരു വലിയ സമൂഹം പുറത്തുണ്ട് എന്നുള്ള ഒരു ബോധത്തോടു കൂടി വേണം ഇത്തരത്തിലുള്ള ഒരു ഭരണഘടനാ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി സംസാരിക്കാൻ. ഒരു നേതാവിൻ്റെ ഇന്നസെൻസിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടുക്കിയിലൊക്കെ കേൾക്കുന്ന ഒരു ഗ്രാമ്യ ഭാഷയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിനകത്തൂടെ അദ്ദേഹം വേറെ ഗൂഢമായ അർത്ഥങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് കൊണ്ടുവരുന്നൊരു ന്യായഗതിയിൽ താങ്കൾ സംതൃപ്തി? ഞാൻ വിശ്വസിക്കുന്നില്ല ആ ന്യായഗതിയിൽ. അതൊരു ന്യായമല്ല. അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ചാനലുകൾ അതുപോലെ തന്നെ മറ്റു നവമാധ്യമങ്ങൾ എല്ലാം വളരെ സജീവമാണ്. അതെല്ലാം സജീവമായിരിക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഭാഷാ പ്രയോഗങ്ങൾ നടത്തുന്ന സമയത്ത് ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ ഉദ്ദേശിച്ച മറ്റേത് എന്ന് പറയുന്നത് ഇതല്ല എന്നൊന്നും പറഞ്ഞ് നമുക്ക് കൈ കഴുകാൻ സാധിക്കില്ല. നമ്മൾ സഭ്യമായ ഭാഷ തന്നെ ഉപയോഗിക്കണം. ആ ശൈലി മണിയാശാന്റെ ശൈലി, മണിയാശാന് താല്പര്യപ്പെടുന്ന ശൈലിയാണെന്നുണ്ടെങ്കിൽ അതിലും നല്ല ഭാഷ കലർത്തി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ചില കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ വളരെ മോശമായ രീതിയിൽ അത് അങ്ങനെയാണ് ആംഗ്യ ഭാഷയിലും ഒക്കെ നമ്മൾ കാണിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അതിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത്. നമുക്ക് ഈ സഭ്യമായ ഭാഷ അത് തന്നെയാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടായത്. ഇവിടെയാണ് സഭ്യവും സഭ്യതയും നമ്മൾ വേർതിരിക്കുന്നുള്ളതാണ്. അത് തന്നെയാണ് അതെ അതെ. ഇപ്പൊ സാറ് സംസാരിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന വിദ്യാഭ്യാസമുള്ളവർ സംസാരിക്കുന്നത്, അതേസമയം സാധാരണ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ സംസാരിക്കുന്ന രീതി, അവിടെ തന്നെയാണ് ഒരു പ്രശ്നം വരുന്നത്. നമുക്ക് നിങ്ങളൊക്കെ എങ്ങനെയാ പൊതുവെ ഈ ഇങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സിന് വളരെ പ്രാധാന്യം കൂടിയ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് വാട്സപ്പും അങ്ങനെയൊക്കെയുള്ള ആധുനിക സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ സംഭവിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ നമുക്കിത് കാണാൻ പറ്റും ടെലിവിഷനിൽ. വളരെ പെട്ടെന്ന് ഇങ്ങനെ പോവാണ്. മാത്രമല്ല ഈ ഇടയ്ക്ക് ഒരു ടെലിവിഷനിൽ ഒരു കാഴ്ച ഉണ്ട്, ഞാൻ പറഞ്ഞു. ഒരു പ്രസ്ഥാനം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാളെ അടിച്ചപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്ത് വന്നപ്പോൾ 3 തവണ അടിക്കുന്നു. അതായത് റിപ്പീറ്റ് ഷോട്ട് ഇട്ടേക്കുവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇട്ട എഡിറ്ററൊക്കെ തോന്നി ഒരടിയുടെ ശബ്ദം കൊടുത്തു എന്ന് മാത്രമല്ല 3 തവണയും ശബ്ദമിട്ട് അടിച്ചു. അപ്പം നമ്മൾ അടിക്കുന്നു, പിന്നെ അടിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ പ്രസ്ഥാനമാണെന്ന് വെട്ടിലായത്. അപ്പോൾ ശരിക്കും അത് യഥാർത്ഥത്തിൽ ഒരു ടെലിവിഷൻ കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതൊരു മാനേരുടെ യുക്തം പോലെ പണിഞ്ഞതാണെന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കാം. അതൊക്കെ ഞങ്ങൾക്കറിയാം. അറിയാം അല്ലേ? അതൊന്നും ആ വേലയൊന്നും വേണ്ട. ഞങ്ങൾ കാരണം എല്ലാവരും ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ ചില മേഖലകളിൽ ഞാൻ പറഞ്ഞു വരുന്നതും വിദ്യാഭ്യാസത്തെ കുറിച്ച് തന്നെയാണ്. ഒരു സാധാരണ വീട്ടമ്മ എന്നുള്ള നിലയിൽ അധികം പഠിക്കാൻ സാധിക്കാത്തതിൽ കുറച്ച് പേര് ഒരുപാട് പേര് ഇപ്പൊ ഇവിടെ തന്നെയുള്ള തരംതിരിവുകൾ നമുക്കറിയാൻ പറ്റും. പല തട്ടുകളിലുള്ള ആളുകൾ അത് എങ്ങനെ സംഭവിച്ചു? വിദ്യാഭ്യാസത്തിന്റെ കുറവ് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഭരിക്കുന്ന ഒരാള് ആ ഒരു ലെവലിലോട്ട് ഉയരണം. അങ്ങനത്തെ ആളായിരിക്കണം നമ്മളുടെ മുകളിൽ. ഇപ്പോൾ ഒരു മന്ത്രിപദം എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു ലെവലല്ല. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം അതിന് ഒരു വലിയൊരു മാനദണ്ഡമാണ്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ താല്പര്യം കാണിക്കുന്നവരാണ്. കേരളം പോലെയുള്ള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കൊരാളോട് ഒരു അനുതാപം ഉണ്ടാകാനൊക്കെ മിനിറ്റുകൾ മതി. അതായത് ഇപ്പോൾ ഒരു മന്ത്രി രാജിവെച്ചു സംസ്ഥാനത്ത്. അപ്പോൾ ആ മന്ത്രി രാജിവെച്ച ഒരു ലൈംഗിക ആരോപണത്തിൻ്റെ പേരിലായിരുന്നു. പക്ഷേ ആ മന്ത്രിയോട് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു അനുതാപം ഉണ്ടായി. സാധാരണഗതിയിൽ തിരിച്ചാണ് പലപ്പോഴും ടെലിവിഷനിൽ അങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ ആൾക്കാർക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ടെലിവിഷനിൽ വരുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വാർത്താ ചാനലുകളിലൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ, ആനുകാലിക വാർത്താധിഷ്ഠിത പരിപാടികളൊക്കെ കണ്ട് തീരുമാനങ്ങൾ പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോഴും ആൾക്കാർ വളരെ കടുത്ത നിലപാടിൽ റിയാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു വിഗ്രഹമാണ് നമ്മുടെ ഒരു 20-21 മന്ത്രിമാരിൽ ഒരാളെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ജസ്റ്റേഴ്സ് ചേഷ്ടകൾ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒരു പ്രസംഗം, അതിനുശേഷം ഇങ്ങനെ പലപ്പോഴായി അദ്ദേഹത്തിന് പറ്റുന്ന അബദ്ധങ്ങൾ, ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് മന്ത്രി എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തോടുള്ള ഒരു അപമാനമാണ്. ഞാൻ 12 വർഷമായി ഒരു ജനപ്രതിനിധിയായിട്ട് 2 ടൈമിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറും പ്രസിഡന്റും ഒക്കെ ആയിട്ടിരുന്ന ആളാണ്. ഇപ്പോൾ മുനിസിപ്പൽ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നതാണ്. ഒരു ജനപ്രതിനിധിക്ക് പബ്ലിക് കൊടുക്കുന്ന മാന്യത, ആ റെപ്യൂട്ടേഷൻ എത്രമാത്രമാണെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഒരു ജനപ്രതിനിധിയോടുള്ള ഒരു പബ്ലിക്കിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. മാഡത്തിന്റെ ഒരു സങ്കല്പം എങ്ങനെയാണ്? അതായത് എനിക്കിപ്പോൾ മനസ്സിലൊരു കാര്യം തോന്നുന്നു, ഞാൻ നേരെ അങ്ങ് പറയുന്നതാണോ അതോ ഭാഷയൊക്കെ വളരെ അലങ്കരിച്ച് നല്ല സുഖകരമായ ഭാഷയല്ല? പക്ഷേ നമുക്ക് ഞാൻ ചോദിച്ചപ്പോൾ മണിയാശാനെ പോലെ അല്ലെങ്കിൽ വേറൊരാൾ, വലിയൊരു കോൺഗ്രസ് പ്രവർത്തകൻ,
അദ്ദേഹം വരുന്ന അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ സൗകുമാരിയും അതിൻ്റെ ചാരുതയും ഒക്കെ വെച്ച് അദ്ദേഹം സംസാരിക്കുന്ന വേറൊരു നാട്ടുഭാഷയിലാണെന്ന് വെച്ചു. ആ നാട്ടുഭാഷയ്ക്ക് അതിൻ്റെതായ സുഖങ്ങളും ലാവണ്യവും സൗന്ദര്യവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് മലയാളികൾക്ക് പൊതുവെ പൊരുത്തപ്പെടാൻ പറ്റുന്നതാണ്. ഒരു ലിറ്ററേച്ചറിനകത്താവുമ്പോൾ ഇപ്പോൾ മുഹമ്മദ് ബഷീറിന്റെ വർക്ക്സ് നമ്മളെല്ലാം അത് വളരെ അധികം അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഭാഷ, ഒരു ലിംഗ്വിസ്റ്റിക്സ്, ഒരു ലാംഗ്വേജ് തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ഉണ്ടാക്കി. ആ ഭാഷയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. പക്ഷേ ഒരു സംസ്ഥാന മന്ത്രി കയറി നിന്നിട്ട് ഈ ജ്യേഷ്ഠകൾ ഇതുപോലത്തെ ഉള്ള ചേഷ്ടകൾ കാണിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുക, ജനാധിപത്യത്തോടുള്ള ഒരു വെല്ലുവിളി പോലെ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അമർഷം, ഇത് ഇങ്ങനെയുള്ള ആളാണല്ലോ നമ്മുടെയൊക്കെ മുകളിൽ കയറിയിരിക്കുന്നത്, നമ്മൾ ബഹുമാനിതനായി കാണുന്നത് എന്നുള്ള ഒരു വലിയ, അതായത് ശരിക്കും പറയുന്നതിനകത്തൊരു രാഷ്ട്രീയ കാപട്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, രാഷ്ട്രീയത്തിനപ്പുറമാണ്. രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്താണ്. നമ്മൾ ആളുകൾ എങ്ങനെ സമൂഹ മധ്യത്തിൽ പെരുമാറണം, അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ പോലെ സ്ക്രീനിൽ എങ്ങനെ വരണം, അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങളിൽ എങ്ങനെ പ്രത്യക്ഷപ്പെടണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് സങ്കുചിതമായ ഡേ ടു ഡേ രാഷ്ട്രീയത്തിന്റെ പരിമിതികൾക്കകത്തത് അടച്ചിട്ടാൽ പോയി. ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞത് മന്ത്രി, ഒരു സംസ്ഥാന മന്ത്രി എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു മുൻ മന്ത്രി, ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടായത്, ഇമ്പിച്ചി ബാബു, ഞാൻ വായിച്ചുള്ള അറിവാണ്, വെറും 4ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഒന്നും ഇതിന്റെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള ഒരു അറ്റാച്ച്മെന്റും എത്രമാത്രമാണെന്ന് ഇപ്പോൾ അതായത് ഇമ്പിച്ചി ബാബുയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം, ഒരു ക്ലാസ് വിദ്യാഭ്യാസം കൂടുതലുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെ പരാമർശിക്കപ്പെടുന്ന എം മണി എന്ന് പറയുന്ന മന്ത്രി. പക്ഷെ അദ്ദേഹമൊക്കെ അത് അറിയേണ്ടതാണ്. വിദ്യാഭ്യാസം ഒന്നും അല്ല അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നു, പക്ഷെ ആ വിയോജിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോഴും എനിക്ക് നിങ്ങളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന വോൾട്ടയറിൻ്റെ ഒരു ഞാൻ പണ്ട് വായിച്ചതാണ്, ഞാനത് ഓർത്ത് പോവുകയാണ്. അപ്പം നമ്മുടെ ഒരു വിയോജിക്കുന്നവനോട് പോലും നമുക്ക് ആഭിമുഖ്യം പ്രകടിപ്പിക്കാനുള്ള ഒരു മനസ്സ് സാധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പരാതി എന്താ പറയുക, മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ട്. അത് അദ്ദേഹം പറയുന്നത് വാർത്താ മാധ്യമങ്ങളിൽ ശത്രുക്കൾ ഉണ്ടാവാം. ഈ ശത്രുക്കൾ ഉണ്ടാകുമ്പോൾ, ശത്രുക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില ആൾക്കാർക്ക് ഒരു കൗതുകമാണ്. അവരെന്ന് വെച്ചാൽ ഒരാളിന്റെ പ്രഭാഷണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് അതിന് മ്യൂസിക്കൊക്കെ ഇട്ട് അതിന്റെ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഒരു ടെലിവിഷൻ ഉത്സവത്തിന്റെ ഭാഗമാക്കി സംപ്രേഷണം ചെയ്താൽ അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും ചാനലുകളുണ്ട്. ഇപ്പോൾ കൈരളി പീപ്പിൾ എന്നൊക്കെ പറഞ്ഞ ചാനലുണ്ട്. അപ്പോൾ മണിയച്ചൻ്റെ മുഴുവൻ പ്രസംഗവും അവർക്ക് സംപ്രേഷണം ചെയ്യാവുന്നതേ ഉള്ളൂ. ഉത്തരേന്ത്യൻ ചാനലുകളിലും ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഇതിനേക്കാളും ക്ഷുഭിതമായിട്ട് അവർ സംസാരിക്കും. പക്ഷേ ക്ഷുഭിതമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ അവർ സ്ക്രീനിൽ നിന്ന് ഇറങ്ങിപ്പോകുക, അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെരുമാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു സംസാരിക്കുന്ന രീതിയുടെ ഭാഷ മാറ്റുകയൊക്കെ ചെയ്തു. ഇവിടെ പക്ഷേ ഇതിപ്പോൾ പലപ്പോഴും നിരന്തരമായി ഉണ്ടാകുന്നു എന്നതാണ്. ഇപ്പൊ മണിയാച്ചാൻ്റെ ഒരു വളരെ ഇമ്മീഡിയറ്റ് സംഭവമല്ല. ഇതിന് കുറച്ചു കാലമായി ഞങ്ങളുടെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ നോക്കി കാണുന്നത് 1-2 അബദ്ധങ്ങൾ പറ്റാം. എന്റെ വീട്ടിൽ ഞാൻ എന്റെ കുഞ്ഞിനോട് സംസാരിക്കുന്ന ചട്ടവട്ടങ്ങളല്ല ക്ലാസ് മുറിയിൽ ഞാൻ കുട്ടികളോട് സംസാരിക്കുക. ഒരു പബ്ലിക്കിനെ അഭിസംബോധന ചെയ്യുമ്പോൾ വ്യത്യാസമായിരിക്കും. ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഉത്തരവാദിത്വമാണ്. ഒരു സെലിബ്രിറ്റി, ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സെലിബ്രിറ്റിക്ക് പബ്ലിക് പ്ലേസിൽ മൂത്രമൊഴിക്കാൻ കൊതി, പക്ഷെ നടക്കുന്നില്ല എന്ന് അയാൾ പറഞ്ഞതാണ്. ഇതെന്തുകൊണ്ട് വാച്ച് ചെയ്യപ്പെടുന്നുണ്ട് കണ്ടമാനം ആൾക്കാരെന്നും നമ്മൾ നേതാവാണെന്നുള്ള ധാരണ ഉണ്ടാകുമ്പോൾ എനിക്ക് അധ്യാപിക എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു പ്രശ്നം നടക്കുമ്പോൾ കൂവണം എന്ന് കൊതി ഉണ്ടായിരിക്കും. എന്റെ ക്യാമ്പസിനകത്ത് ഞാൻ ചെയ്യാതെ നിൽക്കുന്നത് ചെയ്യാവുന്നതേ ഉള്ളൂ സാർ. ചെയ്ത് വിദ്യാർത്ഥി എന്ന നിലയിൽ വേദി വേറെയാണ് സാറേ. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചട്ടം എന്ന് പറയുന്നത്, പെരുമാറ്റച്ചട്ടം. ടീച്ചറെ തലയോലപ്പറമ്പ് DB കോളേജിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ മുഴുവൻ സമ്പന്നന്മാരും അവരെല്ലാം മര്യാദയ്ക്ക് സംസാരിക്കുന്നവരും സാഹിത്യം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെ നല്ല ലാവണ്യത്തോടെ പുറത്തു പറയേണ്ടവരുമാണ് എന്നൊരു പ്രതീക്ഷയിലാണോ ടീച്ചർ സഞ്ചരിക്കുന്നത്? അവരുടെ ബാധ്യത, അവരുടെ കൂടുതൽ കമ്മിറ്റ്മെന്റ് ജനങ്ങളോടാണ്. അത്രമാത്രം മതി. ശൈലിയൊക്കെ വിഭിന്നമായിക്കോട്ടെ, എങ്ങനെയും പറഞ്ഞോട്ടെ. നിങ്ങൾ അവർ 5-ാം വർഷം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാമല്ലോ അവരോട്. ഇവരോടോ? അതൊരു വലിയ കാലയളവാണ്. നിങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ നിങ്ങളുടെ വോട്ടിരിക്കല്ലേ? അത് ഒരു കമ്പാർട്ട്മെന്റലായിട്ടല്ലേ വോട്ട് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ കേരളത്തിൽ മുഴുവൻ നടന്ന് വോട്ട് ചെയ്യാൻ പറ്റുമോ? എന്റെ ടീച്ചറെ അതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഹെൻറി ഗിബ്സന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹം പറയുന്നു, ആ ക്യാരക്ടർ പറയുന്നു, ഞാൻ ഭൂരിപക്ഷത്തെ അപഹസിക്കുന്നു. ഭൂരിപക്ഷ അഭിപ്രായമാണ് വോട്ടായിട്ട്, മന്ത്രിയായിട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധികളായിട്ടൊക്കെ വരുന്നത് ഭൂരിപക്ഷമാണ്. പക്ഷെ ആ ഭൂരിപക്ഷത്തെ ഭയക്കുന്നു അല്ലെങ്കിൽ അറക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇപ്പോഴൊക്കെ നമുക്ക് അത് ബോധ്യപ്പെടുന്നത്. ടീച്ചറെ കേരളത്തിൽ അത് വരാൻ പോവാ. ടീച്ചർ പറഞ്ഞ കാര്യം കേരളത്തിൽ വരാൻ പോവാ. അതായത് 2 മുന്നണികൾ സ്ട്രോങ് ആണ്. ഇവിടെ 3-ാം മുന്നണി ഇപ്പോഴും ഇതുവരെ ഒരു അവാന്തര വിഭാഗമായിട്ട് കിടക്കായിരുന്നു.
എന്നാൽ മൂന്നാം മുന്നണി പല വഴിയിലൂടെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേന് ഈ 3 മുന്നണികളും ചിലപ്പോൾ ശക്തി പ്രാപിച്ചെന്ന് വരും. ഇപ്പൊ പറഞ്ഞതിനകത്ത് രാഷ്ട്രീയമില്ലല്ലോ. ഇല്ലില്ല, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. കാരണം എന്താ അറിയാം, ആ മൂന്നാം മുന്നണി ശക്തി പ്രാപിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു 14% ആൾക്കാർ വോട്ട് കിട്ടി അവർ അധികാരത്തിൽ വരുന്നതാണ് അവർക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ സംഭവിച്ചോട്ടെ, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞതല്ല, ഈ ന്യൂനപക്ഷം അധികാരത്തിൽ വരുന്ന കാലവും വിദൂരമല്ല എന്ന് ഞാൻ പറയായിരുന്നു. ഈ കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാംസ് അതിൽ എന്തും കാണിക്കാം, എന്തും എഡിറ്റ് ചെയ്ത് അവരുടെ സൗകര്യത്തിന് സ്കാൻഡലൈസ് ചെയ്ത് കാണിക്കാം. അപ്പം ഇപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻഡൽസിൻ്റെ ഒരു ലോകമാണ്. എന്നും രാവിലെ എണീറ്റ് നോക്കുമ്പം പത്രത്തിലോ വാർത്തകളിലോ വെച്ച് നോക്കും ഇന്നത്തെ പുതിയ സ്കാൻഡൽ എന്താണ് എന്നാണ് മനുഷ്യർ ആദ്യമേ നോക്കുന്നത്. പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെ വാല പിടിച്ചു പോകുകയാണ്. അവരവരുടെ റെസ്പോൺസിബിലിറ്റീസ് 3 ദിവസത്തേക്കേ ഉള്ളൂ. യെസ്, അതാണ് ഞാൻ പറയാൻ ആക്രമിച്ച കേസ് ഡെഫിനറ്റ്ലി അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സാറേ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അവരുടേതായിട്ടുള്ള സ്റ്റാൻഡിങ് ഓർഡേഴ്സിലുണ്ട്. ഒരു മിനിസ്റ്റർ ആണെങ്കിൽ കോഡ് ഓഫ് കണ്ടക്ട് സ്പെഷ്യലി ഡിഫൈൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അവർ കോൺസ്റ്റിറ്റ്യൂഷനെ അനുസരിച്ച് അവരുടെ കാര്യങ്ങൾ നടത്തണം. പിന്നെ മീഡിയ ആണെങ്കിൽ ഒരു ലക്കും ലഗാനും ഇല്ലാതെ പോകുന്ന ഒരു സംഭവമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം നടന്നു, ഒരു മീഡിയയ്ക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് എന്തൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടായി എന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം ഇത്തരം സ്കാൻഡലസ് വാർത്തകൾ പ്രചരിപ്പിച്ച് സമരം ഉണ്ടാക്കാനും പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് ദിവസം നടക്കാനും പിന്നെ പുതിയ സ്കാൻഡൽസ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും കോഡ് ഓഫ് കണ്ടക്റ്റിൽ നമുക്ക് ഒരിക്കലും നിർത്താൻ പറ്റില്ല. അൺലെസ് ആൻഡ് അൺടിൽ ദേ ഡിസൈഡ്. നമുക്ക് നാട്ടുകാരോട് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ ഇവരെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിൽ നമുക്ക് തളച്ചിടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പറയുകയാണ് രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളൂ. ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ഇവിടെ അഡ്വക്കേറ്റ് സൂചിപ്പിച്ചതുപോലെ ഈ താങ്കൾ അറിയേണ്ട ഒരു കാര്യത്തിലുള്ളൂ, മീഡിയയ്ക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് മാത്രമല്ല മീഡിയ ഓൾറെഡി ഇന്ന് കോഡ് ഓഫ് കോണ്ടക്റ്റിലാണ്. അതെ, അങ്ങനെ കാരണം അത് എന്താ സംഭവിക്കുന്നറിയോ, ഞാനതൊരു പരസ്യമായ ഒരു രഹസ്യം പറയാം. അത് എനിക്ക് തന്നെ പറയാവുന്ന എൻ്റെ വിശ്വാസം, എന്നാലും ഞാൻ പറയാം. അതായത് ഈ ടെലിവിഷനിൽ നിങ്ങൾ കാണുന്ന എന്തെങ്കിലും സംഭവം പൊതുജന സമൂഹ മധ്യത്തിൽ എന്തെങ്കിലും അപകടകരമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ചില ഫോറങ്ങളിൽ പരാതികൾ ഉന്നയിക്കാവുന്നതാണ്. മാത്രമല്ല ഈ ടെലിവിഷൻ ചാനലുകളെ മുഴുവൻ നിയന്ത്രിക്കുന്ന സ്ഥലത്ത് വെച്ചിരിക്കുന്ന സെർവറിൽ ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന സാധനം മുഴുവൻ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവരെ പറ്റിക്കാനൊന്നും പറ്റത്തില്ല. നാളെ എന്തെങ്കിലും ഒരു പരാതി, ഇപ്പോൾ എന്നെ ഒരാൾ ചീത്ത വിളിച്ചു, എന്നെ ഇങ്ങനെ ചീത്ത വിളിക്കാൻ പാടില്ലായിരുന്നു എന്ന് ഈ അതോറിറ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ അവർ ഈ സെർവറിൽ വെച്ച് നോക്കും ഇയാൾ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. അപ്പോൾ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. നടപടി ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായ ചരിത്രമുണ്ട്. അതും മാത്രമല്ല സ്ത്രീകളുടെ കുറിച്ചോ മോശമായ പരാമർശമാണ്. വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെന്നതിന് ശേഷം സകല പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിനു ശേഷം പോട്ടെ കുഴപ്പമില്ല നടപടി എടുത്തേക്കാമെന്ന് അല്ലല്ല, ഞാൻ പറഞ്ഞറിയോ, ഈ ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം എന്താണ്, നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ പരാതികൾ പറയാൻ ആൾക്കാർക്ക് വൈമുഖ്യമുണ്ട്. ഈ പരാതികൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം ഞാൻ എന്താണ് താങ്കളെ കുറിച്ച് ഒന്നും മോശമായിട്ട് പറയാത്തത്, എൻ്റെ പേരിൽ താങ്കൾക്ക് ഡിഫമേഷൻ ഫയൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ശിക്ഷ വരും എന്നുള്ളത് ഒരു പരിധി വരെ ആളുകളെ സോഷ്യലൈസ് ചെയ്യും. കേരളത്തിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ആൾക്കാർക്ക് മീഡിയയെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്, ധാരണാപേക്ഷകളുണ്ട്. ഇന്ന് ഇവർക്കെതിരെ പരാതിക്ക് പോയി അവർ നമ്മുടെ കടയറത്ത് വീഴ്ത്തിക്കളയും. പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകർ ഒതുങ്ങുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ. അപ്പോൾ ഇതിൽ നിന്ന് അവർ മാറിയാൽ ഈ കോഡ് ഓഫ് കോണ്ടക്ട് നിലവിൽ വരിക തന്നെ ചെയ്യും. കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടെങ്കിൽ, പക്ഷേ കോഡ് ഓഫ് കോണ്ടക്ട് ഇല്ലാത്തതല്ല പ്രശ്നം, ഉണ്ട്. ഒരു ചാനലുകാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കണ. രാഷ്ട്രീയക്കാർക്ക് പെരുമാറ്റച്ചട്ടം മാത്രല്ല, എല്ലാവർക്കും ഈ പെരുമാറ്റച്ചട്ടം ബാധകമാണ്. പരസ്പര ബഹുമാനവും പരസ്പര സഹായവും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഉണ്ടാകണം. അതിപ്പോ രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണത്. പിന്നെ ഇവിടെ പറഞ്ഞു വന്ന കാര്യം ഈ മണിയാശാന്റെ വിഷയമായിട്ട് പറഞ്ഞു വന്നത്, ഇപ്പൊ സാറ് സംസാരിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ സാറ് സംസാരിച്ചു വരുമ്പോ എനിക്ക് തോന്നിയത് ഇത് ഈ ചാനലുകാർ മാധ്യമങ്ങൾ ഉണ്ടാക്കിയതാണ്. പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നിയതാണ്. ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം നടത്തിയ മുഴുവൻ പ്രസംഗം, ആ പ്രസംഗം എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്തപ്പോൾ അതിനകത്ത് ഒരുപാട് സ്ത്രീവിരുദ്ധത ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രസംഗവും നമ്മൾ കേട്ടാൽ അത്രയും പ്രശ്നം അതിലുള്ളതായിട്ട് തോന്നത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, അതിനകത്തൊരു സത്യസന്ധത ഇല്ല എന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ കാര്യത്തിന് ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് സംപ്രേഷണം ചെയ്യാം. അപ്പോൾ താങ്കൾ പറഞ്ഞ താങ്കളുടെ അഭിപ്രായങ്ങൾ ആയിരിക്കില്ല ജനങ്ങളിൽ എത്തുക. അത് വേണമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. മുഴുവനും ഒരുപോലെ കാണിക്കായിരുന്നെങ്കിൽ മണിയാശാന്റെ പ്രശ്നത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് പങ്കുണ്ട്, ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ലല്ല, ഫ്ലവേഴ്സ് ചാനലിന്റെ ഓൺലൈൻ 24 ന്യൂസ് എന്ന് പറഞ്ഞ ഓൺലൈനിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം മുഴുവൻ ഇട്ടിട്ടുണ്ട്.
ഇപ്പോഴും കിടപ്പുണ്ട്. അല്ലെങ്കിൽ മണിയാശാൻ ചെയ്ത പ്രസംഗത്തില് ഇന്ത്യൻ സ്ത്രീകളെ മുഴുവൻ അപമാനിതരാക്കുന്ന രീതിയിലായിരുന്നു. മാഡം വിചാരിക്കരുത് മണിയാശാനെ പ്രസംഗം എഴുതി കൊടുത്ത് ആള് ഞാനാണ്. റെഡി. ഈ മണിയാശാന്റെ ഇടുക്കി ജില്ലയുടെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ വിദ്യാഭ്യാസ കുറവ്, അതല്ലെങ്കിൽ അതൊന്നും ഒരു ഘടകമായിട്ട് ഞാൻ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ, അദ്ദേഹത്തിന് ബോഡി ലാംഗ്വേജും ഈ പ്രസംഗത്തിന്റെ എല്ലാവിധ ഭാഷകളും ഉള്ളതാ. ആ ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രം. പക്ഷേ അതിനകത്ത് വളരെ മാന്യതയുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ സുകുമാർ അഴീക്കോട്, അദ്ദേഹത്തിനുമുണ്ട് ഒരു ബോഡി ലാംഗ്വേജ്. പക്ഷെ അതിലും മാന്യതയുടെ ഘടകങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. മണിയാശാന്റെ ഒരു പ്രസംഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ സത്യത്തിൽ ഞാനൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ മനുഷ്യൻ അടുത്തുണ്ടെങ്കിൽ അടിച്ചു കളയും. എപ്പോഴും ലൈംഗിക ചുവയുള്ള ബോഡി ലാംഗ്വേജ് ആ മനുഷ്യനുണ്ട്. ജിഷ്ണു പ്രണോയിയുടെ അമ്മ, എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയക്കാർ എല്ലാം ഒന്നടങ്കം ശ്രദ്ധിച്ച, വിഷമിച്ച, ആ ദുഃഖത്തിൽ പങ്കുകൊണ്ട ഒരു സന്ദർഭത്തിൽ ഈ മണിയാശാൻ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തതാണ്. ആ സ്ത്രീയെ, ആ മഹിജയെ ഒരു വക വൃത്തികെട്ട ലൈംഗിക ചുവയിൽ കൈകൊണ്ടൊരു വക വേഷം കെട്ടുകൾ കാണിച്ച് ഇവിടെ പ്രസംഗിച്ച നമ്മുടെ കേരളത്തിന്റെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രിയാണ് MM മണി. പെരുമാറ്റച്ചട്ടം എഴുതി വെച്ചത് കൊണ്ട് മാത്രമായില്ല. ഓരോ വ്യക്തിയും വിചാരിക്കണം എന്നെ പോലെ തന്നെയാണ് മറ്റുള്ളയാളും. നമ്മൾ സംസാരിക്കുമ്പോഴും അവരോട് പെരുമാറുമ്പോഴും, ഉദാഹരണമായിട്ട് നമ്മൾ കേരളത്തിൽ പറയുമ്പോൾ ഓരോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരു തരത്തിലുള്ള പെരുമാറ്റവും സംസാരവും ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നേഴ്സസ്, ഞാൻ നേഴ്സുമാരെ പ്രതിനിധീകരിക്കുന്ന നേഴ്സിംഗ് കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ഒരു നേഴ്സ് എങ്ങനെ ഞാൻ ഭാര്യയാണ്, അമ്മയാണ്, അധ്യാപികയാണ്, അതേസമയം ഒരു നേഴ്സുമാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്നത് പോലെയോ സ്റ്റുഡൻസിനോട് പെരുമാറുന്നത് പോലെയോ അല്ല എൻ്റെ വീട്ടിൽ എൻ്റെ മദർ ഇൻ ലോയോടോ അല്ലെങ്കിൽ എൻ്റെ മക്കളോടോ സംസാരിക്കുന്നത്. അതുപോലെയല്ല ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു രോഗിയോട് സംസാരിക്കുന്നത്. ഞാനും സ്റ്റുഡൻസിൻ്റെ സൂപ്പർവിഷന് ഹോസ്പിറ്റലിൽ പോകുന്ന ആളാണ്. ഞാൻ അതുപോലെയല്ല പേഷ്യൻസിനോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നത്. അതൊരു വിദ്യാഭ്യാസ കുറവ്. ആൾക്കാർ സംസാരിക്കുന്നവരുടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസോ നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ വളരെ സംയമനം പാലിച്ചുകൊണ്ട് നല്ലൊരു നേരത്തെ ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഞങ്ങളൊക്കെ രാഷ്ട്രീയക്കാരുണ്ട്, ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാറില്ല. അപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള രീതിയിൽ ആ കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ നിന്ന് സംസാരിച്ചെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പൊ നാട്ടില് മുഴുവനും ഇവിടെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് ഭരിക്കണം. ഈ ഇടതുപക്ഷ ഗവൺമെന്റിൽ ഇപ്പോ ജയരാജന്റെ പ്രശ്നം ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ ശശീന്ദ്രൻ പ്രശ്നം ഉണ്ടായപ്പോഴും അവര് രാജിവെച്ച് മാറി നിന്ന് ഈ ചാനലിലെ പരിപാടി സംപ്രേഷണം ചെയ്ത് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന മണിയാശാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോകണം എന്ന രീതിയിലേക്കാണ് ഈ ചർച്ച കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല പറഞ്ഞു അങ്ങനെ അല്ല, ചില ആളുകൾക്ക് രാജിവെക്കണമെന്ന് പറഞ്ഞില്ല. സാർ പറയട്ടെ, ഇവിടെ ആ പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു വ്യക്തി എല്ലാവരും ടാർഗറ്റ് ചെയ്യപ്പെടുകയാണ്. ശശീന്ദ്രന്റെ സംഭവത്തിൽ, മുൻ മന്ത്രിയായിരുന്ന ശശീന്ദ്രത്തിന്റെ സംഭവത്തിൽ മംഗളം ചാനൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനാണ് നടത്തിയത് എങ്കിൽ ബഹുമാനായ MM മണി ആശാന്റെ സംഭവത്തിൽ ഒരു മാസ് ഓപ്പറേഷനാണ് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ചാനൽ മേഖലകളിൽ നിൽക്കുന്ന 3 മാധ്യമങ്ങളുടെ പേര് പറയുന്നുണ്ട്. ഈ മാധ്യമ പ്രവർത്തകർ ഇതിന്റെ മുതലാളികളുടെ അടക്കം സഹായത്തോടെ കഴിഞ്ഞ UDF ഭരണ കാലഘട്ടത്തിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരുമൊത്ത് സിവിൽ സർവൻസിന്റെ ഒക്കെ സഹായത്തോടെ കാട്ടിനകത്തും ഗസ്റ്റ് ഹൗസിന്റെ മറയിലും ഒക്കെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ കൊള്ളരുതായ്മകളെ പറ്റി തുറന്നു പറഞ്ഞതാണ് ഒരു മന്ത്രി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. കേരളത്തിലെ പൊതുസമൂഹത്തെ വല്ലാതെ പ്രകോപിപ്പിച്ചു മന്ത്രി മണിയുടെ പ്രസംഗം. എന്നാൽ ആ പ്രസംഗത്തിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന ചില ഗൂഢാലോചനയുണ്ട്. അതിന്റെ കഥകളുമായി ഇനി അടുത്ത ശനിയാഴ്ച ഇതേ സമയം. ഗുഡ് ബൈ. R. Srikandan Nayar's costume courtesy, Foremost, Men's Boutique and Uniforms, Chalakudi and Ernakulam.